എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്നത്തെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കോൺഗ്രസ് UDF 103 സീറ്റ് തൂത്തുവാരിയൻ്റെ വിജയാഹ്ലാദ പ്രകടനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ പ്രവർത്തകരൊക്കെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ട് വരുന്നുള്ളൂ. നമ്മുടെ പാലപ്പെട്ടി മേഖലയിലെ UDFൻ്റെ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബൈക്ക് റാലി വിജയാഹ്ലാദ പ്രകടനം നമ്മുടെ പഞ്ചായത്ത് പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുറച്ച് വാർഡുകളിലൂടെയുള്ള ഒരു വിജയാഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പ്രവർത്തകർ ഇങ്ങനെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒരു 4:30-5 മണിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചത് 6 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വിജയാഹ്ലാദ പ്രകടനം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടുവരും. കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോനെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. കൊല്ലം സഹിച്ചുള്ള ജനമുത്ത് പൊരുതി മൊത്തം പടി ഇറക്കുവാൻ മനസ്സുള്ളിൽ കരുതി. സത്യം പറയട്ടെ ഇടത് ഭരണത്തിനറുതി. 10 കൊല്ലം സഹിച്ചുള്ള ജനമുത്ത് പൊരുതി മൊത്തം പടി ഇറക്കുവാൻ മനസ്സുള്ളിൽ കരുതി. സത്യം പറയട്ടെ ഇടത് ഭരണത്തിനറുതി. നടത്തിയ പടവരവായി UDF അടിവെച്ചു ജയിച്ചു ശിരായി. നാടെങ്ങും സടകുടഞ്ഞെഴുന്നേറ്റ് ഇടതിനെ തകർത്തിത ചൊടിയോടെ കൂതി കുതിപ്പായി. ഇവിടമിൽ വിജയത്തിൻ തുടിമുട്ടായി. കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോന്റെ പീരടിക്കു പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. ശാസ്താവിന്റെ സ്വർണം കെട്ട് പുട്ടടിച്ചോരിവര്. കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ്. നാട് മൊത്തം ഫ്ലക്സ് വെച്ച് വീമ്പ് കാട്ടി ഇവര്. ശാസ്താവിന്റെ സ്വർണം കെട്ട് പുട്ടടിച്ചോരിവര്. കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ്. നാട് മൊത്തം ഫ്ലക്സ് വെച്ച് വീമ്പ് കാട്ടി ഇവര്. എല്ലാത്തിനും വിലക്കയറ്റം, മദ്യ മാഫിയയും ചങ്ങാത്തം. രാത്രി പുലർക്കാലം വരെ ബാറും തുറന്നതിൻ മദ്യം നാട്ടിൽ ഒഴുക്കിയ കൂട്ടാട്ടം. ഇനി വരും ഇതിനെല്ലാം ഒരു മാറ്റം. കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോന്റെ പീരടിക്കു പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. ചോദ്യമില്ല രാജഭരണത്തിൽ കശക്കി. മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി. മരുമോനും അമ്മച്ചനും കേരളത്തിൽ കുഴക്കി. ചോദ്യമില്ല രാജഭരണത്തിൽ കശക്കി. മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി. ഭരണം വിട്ട്
വിട്ടിറങ്ങിപ്പോയി സഖാക്കളെ കാരണത്തും കിട്ടിപ്പോയി പണ്ടേ ബംഗാളും ത്രിപുര പോയി ഇന്നിപ്പോതെ കേരളം പോയി ഇടതുപക്ഷം പേരുവഴിയായി പിണറായി സമാകെയും തരിപ്പണമായി കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി ക്യാപ്റ്റന്റെ പിയാർ തള്ളും പാടാക്കി ശാസ്താവിന്റെ സ്വർണം കെട്ടി പുട്ടടിച്ചോരിവര് കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ് നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് വീമ്പ് കാട്ടി ഇവര് ശാസ്താവിന്റെ സ്വർണം കെട്ടി പുട്ടടിച്ചോരിവര് കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ് നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് വീമ്പ് കാട്ടി ഇവര് എല്ലാത്തിനും വിലക്കയറ്റം മദ്യ മാഫിയയും ചങ്ങാത്തം രാത്രി പുലർക്കാലം വരെ ബാറും തുറന്നതിൻ മദ്യം നാട്ടിൽ ഒഴുക്കിയ കൂത്താട്ടം ഇനി വരും ഇതിനെല്ലാം ഒരു മാറ്റം കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി ക്യാപ്റ്റന്റെ പിയാർ തള്ളും പാഴാക്കി മരുമോനും അമ്മച്ചനും കേരളത്തെ കുഴക്കി മറു ചോദ്യമില്ല രാജഭരണത്തിൽ കശക്കി മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി മരുമോനും അമ്മച്ചനും കേരളത്തെ കുഴക്കി മറു ചോദ്യമില്ല രാജഭരണത്തിൽ കശക്കി മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി ഭരണം വിട്ടിറങ്ങിപ്പോയി സഖാക്കളെ കാരണത്തും കിട്ടിപ്പോയി പണ്ടേ ബംഗാളും ത്രിപുര പോയി ഇന്നിപ്പോതെ കേരളം പോയി ഇടതുപക്ഷം പേരുവഴിയായി പിണറായി സമാകെയും തരിപ്പണമായി കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി ക്യാപ്റ്റന്റെ പിയാർ തള്ളും പാഴാക്കി